Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, Old Man at the Bridge by Ernest Hemingway, FAUGP Semester 4, VSc Humanities and Other BA Programs, Calicut University. Summary of Old Man at the Bridge. Old Man at the Bridge is a short story written by Ernest Hemingway. The story is set during the Spanish Civil War. It takes place near a pontoon bridge across the Ebro River where people are fleeing from the advancing fascist army. ഓൾഡ് മാൻ അറ്റ് ദ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു ചെറുകഥയാണ്. ഈ കഥ നടക്കുന്നത്, ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് സ്പാനിഷ് സിവിൽ വാറിൻ്റെ ആ ഒരു സമയമാണ്. അതായത് ഈ ഒരു ഓൾഡ് മാന് ഒരു ഇബ്രോ റിവറിൻ്റെ അടുത്തുള്ള ഒരു ബ്രിഡ്ജിൻ്റെ അരികെ ഇരിക്കുകയായിരുന്നു. ആ ഒരു ഭാഗത്തൂടെ ഒരുപാട് ആളുകൾ ഈ ഒരു ഫാസിസ്റ്റ് ആർമി മുന്നേറുന്നതുകൊണ്ട് തന്നെ അവർ ആ നാട് വിട്ട് പലായനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദ സ്റ്റോറി ഫോക്കസസ് ഓൺ എ ബ്രീഫ് ബട്ട് മീനിങ്ഫുൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ യങ് സോൾജിയർ ആൻഡ് ആൻ ഓൾഡ് മാൻ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയും, ചെറിയ ഒരു ഭാഗം മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ എല്ലാം മീനിങ്ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. ഒരു യങ് സോൾജിയറും ഒരു വൃദ്ധനും തമ്മിലുള്ള കോൺവെർസേഷൻസ് ആണ് ഇതിൽ നടക്കുന്നത്. ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി ഈസ് എ സോൾജിയർ ഹൂസ് ഡ്യൂട്ടി ഈസ് ടു വാച്ച് ദ ബ്രിഡ്ജ് ആൻഡ് ഒബ്സർവ് ദ എനിമീസ് മൂവ്മെൻറ്റ്. അപ്പോൾ നരേറ്റർ എന്ന് പറയുന്നത് ഒരു സോൾജിയറാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിരീക്ഷിക്കുകയാണ്, ശത്രുക്കളുടെ മൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. വൈൽ ഡൂയിങ് ഹിസ് വർക്ക് ഹി നോട്ടീസസ് ആൻ ഓൾഡ് മാൻ സിറ്റിംഗ് ബിസൈഡ് ദ റോഡ്. അപ്പോൾ സോൾജിയർ തൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ നോട്ടീസ് ചെയ്തൊരു കാര്യം, ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു വൃദ്ധൻ ആ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ദ ഓൾഡ് മാൻ ലുക്സ് ടയേർഡ് ആൻഡ് ഡസ്റ്റി. ആ ഒരു വൃദ്ധനെ കണ്ടാൽ തന്നെ വളരെ ക്ഷീണിതനാണ്, ആകെ പൊടി പിടിച്ചിരിക്കുകയാണ്. ഹി വിയർസ് സ്റ്റിൽ റിംഡ് സ്പെക്ടക്കിൾസ് ആൻഡ് അപ്പിയേഴ്സ് എക്സോസ്റ്റഡ്. അപ്പോൾ ആ വൃദ്ധൻ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ണാടി ധരിച്ചിട്ടുണ്ട്. അതായത് പിടികളൊക്കെ സ്റ്റീലായിട്ടുള്ള ഒരു കണ്ണാടി ധരിച്ചിട്ടുണ്ട്, വളരെ ക്ഷീണിതനാണ്. Unlike others who are crossing the bridge to escape, the old man sits quietly and does not move. അതായത് ബാക്കിയുള്ളവരൊക്കെ ആ ബ്രിഡ്ജ് പാലം കടന്ന് പോവുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, പക്ഷേ ആ വൃദ്ധൻ മാത്രം അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. The soldier speaks to him and learns that the old man is 76 years old and comes from a town called San Carlos. അപ്പോൾ സോൾജിയർ ഈ വൃദ്ധനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വൃദ്ധൻ പറയുന്നുണ്ട്, ഞാനൊരു 76 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള 76 വയസ്സുള്ള ഒരാളാണ്, ഞാനൊരു സാൻ കാർലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൽ നിന്നാണ് വരുന്നത്. ഹി ഹാഡ് ടു ലീവ് ഹിസ് ഹോം ബിക്കോസ് ഓഫ് ദ വാർ. യുദ്ധം കാരണമാണ് തൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഈ സേസ് ഹി വാസ് ദ ലാസ്റ്റ് പേഴ്സൺ ടു ലീവ് ഹിസ് ടൗൺ ബിക്കോസ് ഹി വാസ് ടേക്കിംഗ് കെയർ ഓഫ് സം ആനിമൽസ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനാണ് അവിടുന്ന് അവസാനം പോകുന്ന ആൾ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ആനിമൽസ് ഉണ്ട്, അവരൊക്കെ ഞാൻ സേഫാക്കിയതുകൊണ്ടാണ് എനിക്ക് നേരം വൈകിയത്. ദ ഓൾഡ് മാൻ ഹാഡ് 2 goats, എ ക്യാറ്റ് ആൻഡ് 4 pairs ഓഫ് pigeons. അപ്പോൾ ഓൾഡ് മാൻ ഒരു മൃഗസ്നേഹിയാണ്. അയാൾക്ക് 2 ആടുകളും പൂച്ചകളും അതുപോലെ 4 pairs ഓഫ് pigeons, പ്രാവൊക്കെ ഉണ്ട്. ഹി കീപ്സ് വറിയിങ് അബൌട്ട് ദെം ബിക്കോസ് ഹി ഹാഡ് ടു ലീവ് ദെം ബിഹൈൻഡ്. അവരെക്കുറിച്ചിട്ട് ഓർത്തിട്ട് വളരെ സങ്കടമുണ്ട് ഓൾഡ് മാന്, കാരണം അവരൊക്കെ അവിടെ ആക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്. ആസ് ഹി കണ്ടിന്യൂ ടോക്കിംഗ്, ദ ഓൾഡ് മാൻ എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ ക്യാറ്റ് വിൽ ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. ഹി ഓൾസോ സേസ് ദാറ്റ് ഹി ലെഫ്റ്റ് ദ കേജ് ഓഫ് pigeons ഓപ്പൺ so they can fly away and survey. However, he is deeply worried about the goats because they cannot escape on their own. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾഡ് മാൻ പറയുന്നുണ്ട്, ക്യാറ്റിനെ ഞാൻ സേഫ് ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്, ക്യാറ്റിനെ ഞാൻ തുറന്നു വിട്ടിട്ടുണ്ട്, ക്യാറ്റ് എന്തായാലും രക്ഷപ്പെടും. അതുപോലെ പിജിയൻസ്, പ്രാവിൻ്റെ കൂടും തുറന്നിട്ടിട്ടുണ്ട്, പ്രാവ് എന്തായാലും പറന്നു പോയി രക്ഷപ്പെടും. പക്ഷേ ആടിൻ്റെ കാര്യമാണ് വളരെ കഷ്ടം, ആടിനും അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, സർവൈവ് ചെയ്യാൻ കഴിയില്ല. ത്രൂ ദിസ് കൺസേൺ ഫോർ ദ ആനിമൽസ് വി അണ്ടർസ്റ്റാൻഡ് ഹിസ് ഹെൽപ്ലെസ്നെസ് ആൻഡ് സാഡ്നെസ്. അപ്പോൾ ഈ ഒരു ആനിമൽസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വിഷമം, അതുപോലെ അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The god symbolizes innocent and helpless victims of war, just like the old man himself. അപ്പോൾ ഇവിടെ ഗോട്ട്, ആടുകൾ എന്ന് പറയുന്നത് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? അതായത് ഈ വാറിൻ്റെ ഇരകളായിട്ട് മാറുന്നത് പാവപ്പെട്ട
ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകളാണ്. അതിൽപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ആടെന്ന് പറയുന്നത്. അപ്പോൾ ആട് ഇന്നസെൻറ്റിനെയും ഹെൽപ്ലെസ്നെസ്സിനെയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഈ ഓൾഡ് മാനെ പോലെ തന്നെ. The soldier kindly suggests that the old man should get up and walk further to catch a truck going toward Barcelona, which would be safer. പിന്നീട് സോൾജർ പറയുന്നുണ്ട്, നിങ്ങൾ ഏതായാലും എണീറ്റിട്ട് ആ ഒരു ട്രക്കിൽ കയറി പോയിക്കോളൂ, അത് ബാഴ്സലോണയിലേക്കുള്ള ട്രക്കാണ്, അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കും. അത് ഓൾഡ് മാൻ ഈസ് ടു ടയർഡ് ആൻഡ് വീക്ക്. പക്ഷേ ഓൾഡ് മാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. ഈ ട്രൈസ് ടു സ്റ്റാൻഡ് അപ്പ് ബട്ട് ഫീൽസ് ഡിസി ആൻഡ് സിറ്റ്സ് ബാക്ക് ഡൗൺ ഇൻ ദ ഡസ്റ്റ്. അങ്ങനെ അവന് ഓൾഡ് മാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ക്ഷീണം കൊണ്ട് തലകറങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. ഈ സൈസ് ഹി ഹാസ് ഓൾറെഡി വാക്ക് 12 kilometers ആൻഡ് കനോട്ട് ഗോ എനി ഫർദർ. അപ്പോൾ ഓൾഡ് മാൻ പറയുന്നുണ്ട്, ഞാൻ ഏകദേശം 12 കിലോമീറ്റർ നടന്നിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്, ഇനി എനിക്ക് നടക്കാൻ കഴിയില്ല. ഹി ഓൾസോ സേസ് ദാറ്റ് ഹി ഹാസ് നോ പൊളിറ്റിക്സ് ആൻഡ് ഡസ് നോട്ട് സപ്പോർട്ട് എനി സൈഡ് ഇൻ ദ വാർ. അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല, ഈ വാറിന് കാരണമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും എനിക്കില്ല, ഞാൻ ഈ വാറിന് ആരുടെയും സൈഡ് നിൽക്കുന്നില്ല. ഈ സിംപ്ലി ആൻ ഓർഡിനറി മാൻ ഹൂസ് ലൈഫ് ഹാസ് ബീൻ ഡിസ്റ്റർബ്ഡ് ബൈ ഈവൻസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ. അയാളൊരു സാധാരണ മനുഷ്യനാണ്, അയാളുടെ ജീവിതം വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ മൂലം. ദ സ്റ്റോറി എൻഡ്സ് ഓൺ എ ട്രാജിക് ആൻഡ് ഹോപ്പ്ലെസ് നോട്ട്. ഇറ്റ് ഈസ് ഈസ്റ്റർ സൺഡേ, എ ഡേ ദാറ്റ് യൂഷ്വലി റെപ്രസെൻറ്റ് ഹോപ്പ് ആൻഡ് ന്യൂ ലൈഫ്. അപ്പോൾ ഈ ഒരു കഥ അവസാനിക്കുന്നത് ഒരു ട്രാജിക് എൻഡിലൂടെ, ഒരു ദുരന്തത്തിലൂടെയും അതുപോലെ ഒരു പ്രതീക്ഷയിലൂടെയാണ്. അതായത് അന്ന് ഈസ്റ്റർ സൺഡേ ആയിരുന്നു, ഓൾഡ് മാൻ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, ഈസ്റ്റർ സൺഡേ ആയിരുന്നു. ഈസ്റ്റർ സൺഡേ എന്ന് പറയുന്നത് സാധാരണ ഹോപ്പ്, പ്രതീക്ഷ, അതുപോലെ ഒരു പുതിയ ജീവിതം, ഇതിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. However, for the old man, there is no hope for safety or survival. ഓൾഡ് മാനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ സൺഡേ ആണെങ്കിലും അതിജീവനത്തിന് ഒരു ഹോപ്പും ഇല്ല, ഒരു പ്രതീക്ഷയില്ല, സേഫ്റ്റിക്കൊരു പ്രതീക്ഷയില്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. The soldier realizes that the only good thing for the old man is that the day is overcast, which means enemy planes will not be flying that day. The engine suggests that the old man may not survive the war. അപ്പോൾ ഇതിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇതിൽ സോൾജിയർ പറയുന്നുണ്ട്, ഇതിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഓൾഡ് മാനെ സംബന്ധിച്ചിടത്തോളം ഓൾഡ് മാന് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷേ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ആകാശം മേഘാവൃതമാണ്. അന്നത്തെ ദിവസം ശത്രുക്കളുടെ പ്ലെയിനുകൾ പോകുന്നതൊന്നും കാണുന്നില്ല, പറക്കുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഓൾഡ് മാൻ സേഫ് ആണെന്നുള്ള രീതിയിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു യുദ്ധത്തിൽ ഓൾഡ് മാൻ സേഫാണ് എന്ന് പറയാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. Through this simple story, Hemingway shows the suffering of innocent people during war. He uses simple language and short sentences, following his famous iceberg theory, where deeper emotions and meanings are hidden beneath the surface. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ വാറിൽ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട്, യുദ്ധം മൂലം എന്തോരം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതുപോലെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, ഷോർട്ട് സെൻറ്റൻസസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഐസ്ബർഗ് തിയറി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ചെറിയൊരു ഭാഗമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്, വളരെ ബ്രീഫായിട്ടുള്ള ഒരു പോർഷൻ, ഒരുപാട് കോൺവെർസേഷൻസ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് വാറിൻ്റെ ദുരന്തം, ട്രാജഡി ഓഫ് വാർ, ഹെൽപ്ലെസ്നെസ് നിസ്സഹായാവസ്ഥ, ലോൺലിനെസ് ഏകാന്തത, ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്നസെൻ്റ് ലീവ്സ് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ തകർച്ച. ദ ഓൾഡ് മെൻ റെപ്രസെൻറ്റ് ഓൾ കോമൺ പീപ്പിൾ ഹൂ സഫർ സൈലൻ്റ്ലി ബിക്കോസ് ഓഫ് കോൺഫ്ലിക്ട്സ് ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഓൾഡ് മാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എല്ലാ സാധാരണ ആളുകൾക്കും വേണ്ടിയിട്ടാണ്, വളരെ സൈലൻ്റായിട്ട് സഫർ ചെയ്യുന്ന ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് മനസ്സിലാവാത്ത, അതായത് ഓൾഡ് മാൻ പറയുന്നുണ്ട്, എനിക്കൊരു പൊളിറ്റിക്സ് ഇല്ല, എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല, ഞാൻ ഈ യുദ്ധത്തിന് ഏത് സൈഡിലും നിൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കരായ മനുഷ്യൻ്റെ ഹെൽപ്ലെസ്നെസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.